ഇൻഫെർട്ടിലിറ്റി ഓഫ് അൺനോൺ ഒറിജിൻ, അതായത് കാരണം അറിയാത്ത ഇൻഫെർട്ടിലിറ്റി. ഇത് ഫേസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹസ്ബൻഡിൻ്റെതെല്ലാം ഓക്കെ ആയിരിക്കും, അതുപോലെ തന്നെ വൈഫിൻ്റെ നമ്മൾ ഓവുലേഷൻ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ എല്ലാം ഓക്കെ ആയിരുന്നിട്ടും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഓഫ് അൺനോൺ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ തേടി വരുമ്പോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷേ കാരണം കണ്ടെത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി, ഈ രണ്ട് ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതായത് അവർ ചെറുപ്പത്തിൽ വന്നിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ട്രോമ ഇഞ്ചുറീസ്, ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു ചിലപ്പോൾ ഹെഡ് ഇഞ്ചുറി ആയിരിക്കും, പക്ഷേ അല്ലെങ്കിൽ സ്കോട്ടൽ ഇഞ്ചുറീസ് ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇഞ്ചുറിയുടെ ഇമ്പാക്റ്റ്. പക്ഷേ വലിയ രീതിയിൽ സെമനകത്ത് അല്ലെങ്കിൽ സ്പെർംസിനകത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഒന്നും കാണുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷേ നമുക്കൊരു ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ മിക്കവാറും കേസസിൽ നമുക്ക് റിസൾട്ടുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈയിടെ ഇപ്പോൾ അവർ ഡെലിവറി കഴിഞ്ഞു, അപ്പോൾ അവർക്ക് എന്താ ഞാൻ ഇമ്പോർട്ടൻസ് വെച്ചാൽ അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, ഫീമെയിൽ പാർട്ട്ണറുടെ പാസ്റ്റ് ഹിസ്റ്ററിയിൽ അവർക്ക് ട്യൂബർക്കുലോസിസ് വന്നിട്ടുണ്ടായിരുന്നു, TB വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ TB അവരുടെ ഓവറിനെ എഫക്റ്റ് ചെയ്യുകയും ചിലപ്പോൾ അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ക്വാളിറ്റീനെ കുറച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ള ഒരു അസസ്മെൻറ്റിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 2 മാസം വരെ മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടായിരിക്കും. അവർ കൺസീവായി, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു ബേബി ഗേളാണ് അവർക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാരണം അറിയാതെ ഇൻഫെർട്ടിലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ എല്ലാ ഹിസ്റ്ററിയും നമ്മൾ ട്രേസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് എവിടെന്നെങ്കിലും ഒരു കാരണം നമുക്ക് കിട്ടും. അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് വേണ്ട ടൈം എടുത്ത് കേസ് അസസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിനകത്ത് ഇങ്ങനെ ടൈം എടുത്ത് പേഷ്യൻസിനെ കാണാനുള്ള ഒരു സാവകാശം പല ഹോസ്പിറ്റലുകളും കിട്ടാറില്ല. ഓക്കെ, കാരണം നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂടുതൽ കാണുന്നതിന് ഒരിക്കലും ഒരു പേഷ്യൻറ്റിന് 5 മുതൽ 10 മിനിറ്റ് കൂടുതൽ കൊടുക്കാൻ പറ്റാറില്ല. പക്ഷെ നമ്മളിവിടെ എന്താ വെച്ചാൽ വരുന്ന പേഷ്യൻസിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് അവർക്ക് ഇപ്പോൾ ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ 1 hour സ്ലോട്ട് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ പലയിടത്തും ട്രീറ്റ്മെൻറ്റ് പോയിട്ട് കാരണം അറിയാതെ അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാതെ നമ്മളെടുത്ത് വരുമ്പോൾ നമുക്ക് ദി ബെസ്റ്റ് റിസൾട്ട് അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പത്തെ എല്ലാ ഫയലുകളും ചെക്ക് ചെയ്യാൻ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും ഹിന്ദി കിടപ്പുണ്ടായിരിക്കും. ഇപ്പോൾ റിക്കറൻ്റ് അബോർഷൻസ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും അവരെ പാസ്റ്റ് ഇൻഫെക്ഷൻസ് കൃത്യമായിട്ട് ചോദിക്കും. ഓക്കെ, ചിലപ്പോൾ അതിനകത്ത് ടോർച്ച് പോസിറ്റീവ്, അതായത് ടോർച്ച് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ടോർച്ച് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻഫെക്ഷൻ്റെ ടെൻഡൻസി കുറയുകയും അവർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി കേസ് നമ്മുടെ കയ്യിലൂടെ വന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല, ജനറ്റിക് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ആയിരിക്കും. അങ്ങനെയും ഒരു കേസ് വന്നത്, അത് ഇൻഫെർട്ടിലിറ്റി ഓഫ് അൺനോൺ ഒറിജിനിൽ പെട്ടൊരു കേസായിരുന്നു. അതായത് അവർ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പോസിറ്റീവ്, അതായത് കാർ ടെസ്റ്റ് പോസിറ്റീവ് ആവും, പ്രഗ്നൻ്റ് ആവും, പക്ഷേ അവർ 2 മാസം കഴിഞ്ഞിട്ട് സ്കാനിങ് ചെയ്യുന്ന സമയത്ത് ബേബിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് അബോർഷനാവും. അങ്ങനെ ഏകദേശം 8 9 അബോർഷൻസ് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത് അവർ. അപ്പോൾ നമ്മൾ നോക്കി അവരുടെ ഫാമിലി ഹിസ്റ്ററിക്കകത്ത് നിന്ന് നമുക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസസിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് ആ ഒരു മെത്തേഡ് ഓഫ്, അതായത് ആ ടെൻഡൻസി ബ്രേക്ക് ചെയ്യുക, ആ രീതിയിൽ നമ്മൾ ആൻറ്റി മാസ്മാറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, ആ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് അപ്ലൈ ചെയ്തു. അവരും പറഞ്ഞ പോലെ ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പോസിറ്റീവായി. ഇന്ന് അവർക്ക് കുഞ്ഞുങ്ങൾ 3 ആ ഒരു 2 to 3 months ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രോബ്ലംസ് എല്ലാം സോൾവായി നോർമലി. പിന്നെ അവർക്ക് ഒരു 3 കുഞ്ഞുങ്ങളെ കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പലവിധ കാരണങ്ങളായിരിക്കും ഇതിലുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നമ്മൾ ലാബ് റിപ്പോർട്ടിനകത്ത് നമുക്ക് കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ക്ലിനിക്കുകൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.